വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ഒരു ഉപചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകുന്നതായിരുന്നു. ഒന്ന്, നമുക്കെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ കേരളത്തിൻ്റെ വികസന സാധ്യതകളെ ഒരു പടി മുകളിലേക്ക് ഉയർത്തുമെന്ന് കരുതിയിരുന്ന ഒരു പ്രോജക്റ്റാണ്. എന്നാൽ ഇപ്പോഴും അതൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് സാധ്യതകളിൽ തന്നെ കുരുങ്ങി നിൽക്കുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നത് നമുക്ക് കേരളം അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ബാക്കിയുള്ളത് കൊടുത്തിട്ടില്ല, എക്സിം തുടങ്ങാനുള്ള കൊടുത്തിട്ടില്ല, അതിന് ചുറ്റുപാടുമുള്ള മാനുഫാക്ചറിങ് സോണുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ കാരണം നമുക്കറിയാമായിരുന്നു ഈ പ്രോജക്റ്റ് ഇത്ര നാൾക്കുള്ളിൽ ഫിനിഷ് ചെയ്യും, ഇതിനുള്ള സാധ്യത നമുക്ക് നേരത്തെ ഒരുക്കിയിരുന്നെങ്കിൽ നമുക്കിത് പ്രയോജനപ്പെടുത്താൻ പറ്റുമായിരുന്നില്ല. കാരണം നമുക്ക് ഈ തമിഴ്നാടും കേരളവും തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റും. ഇപ്പം നമ്മൾ ഇവിടെ ഒരു 100 ഏക്കർ സ്ഥലം വാങ്ങിക്കണമെങ്കിൽ മിക്കവാറും കേരളത്തിൽ നമ്മളൊരു ചിലപ്പോൾ 100 പേരോട് സംസാരിക്കേണ്ടി വരും. നിങ്ങൾ മറ്റ് പല സ്റ്റേറ്റിൽ 1000 ഏക്കർ ഒരാളോട് സംസാരിച്ചാൽ മതി. പിന്നെ ലാൻഡ് കോസ്റ്റ് ഈസ് വെരി ഹൈ. പിന്നെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. ഇവിടെ തന്നെ ലാൻഡിൻ്റെ വില പെട്ടെന്ന് അങ്ങ് ബൂം ചെയ്തു. നമ്മൾ തന്നെ പല രീതിയിലും ഒരു ആപ്പ് ഉണ്ടാക്കിയിരുന്നു ആളുകൾക്ക് കൈമാറാൻ. വലിയ കമ്പനികൾ ഇപ്പോൾ സർഫ് ഗ്രൂപ്പ് വന്നിരുന്നു, MSC തന്നെ ലോജിസ്റ്റിക് ഉൾപ്പെടെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് അവസാനം 1000 കോടി രൂപ വരെ വായ്പ എടുത്ത് കിൻഫ്രയ്ക്ക് നമ്മൾ ഒടുവിൽ ഇത് കൊടുത്തത്. അതിൽ കുറച്ചുകൂടി സ്ഥലം കണ്ടെത്താൻ നമ്മൾ കുറേ കൂടി അഗ്രസീവായി ഇറങ്ങേണ്ടതുണ്ട്. പക്ഷേ വില വല്ലാതെ കൂടി. ഞാൻ തന്നെ ഇവിടെ കുറേ മീറ്റിംഗ് ഇവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ വില വല്ലാതെ ഉയർത്തിപ്പിടിച്ചാൽ ഇനി നാഷണൽ ഹൈവേ കൂടി വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയോ കൊല്ലത്തോ എവിടെ വേണമെങ്കിലും വന്ന് ലോജിസ്റ്റിക് പാർക്ക് മാനുഫാക്ചറിങ് സോൺ ഉണ്ടാക്കാം. നമ്മുടെ പാലക്കാട് മാനുഫാക്ചറിങ് സിറ്റി വരുന്നുണ്ട്, സ്മാർട്ട് സിറ്റി. പക്ഷേ ഇവിടെ അത് കുറച്ചുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെൻറ് ഫോക്കസ് ചെയ്യേണ്ടത് കണ്ടിന്യൂവേഷൻ ആണല്ലോ ഗവൺമെൻറ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 1000 കോടി വെച്ചു. അതിപ്പോൾ പറയുന്നില്ല. അത് ശരിക്കും കിൻഫ്ര ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനാണ്. നേരത്തെ കുറച്ച് സംഖ്യ ഉണ്ടായിരുന്നു, പോർട്ടിൻ്റെ ഭാഗം ഉണ്ടായിരുന്നു. കിൻഫ്രയ്ക്ക് ഒരു വേറെ സംവിധാനമാണ്, സിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ക്യാപിറ്റൽ റീജിയണൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, അവരാണിത് വികസിപ്പിക്കേണ്ടിയിരുന്നത്. അതിനകത്ത് വേണ്ടത്ര മുന്നോട്ട് വരാതെ നിന്നപ്പോഴാണ് അവസാനമായിപ്പോൾ വ്യവസായ വകുപ്പ് തന്നെ ഇത് ഏറ്റെടുക്കുക എന്ന ധാരണയിൽ ലാസ്റ്റ് ബഡ്ജറ്റിലെത്തി കിൻഫ്രയുടെ ഒരു ചുമതലയായിട്ട് വന്നത്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അതിൽ ഗവൺമെൻറ് മുന്നോട്ട് വരണം, പ്രതിപക്ഷവും അതിനെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അതിവേഗതയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഉദാഹരണത്തിന് റിംഗ് റോഡിൻ്റെ വികസനമായിരുന്നു എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഈ പോർട്ടിലേക്ക് ഒരു എക്സിം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ റിംഗ് റോഡ് ഡെവലപ്പ് ചെയ്തേ പറ്റൂ. പക്ഷേ അവസാന നിമിഷം പോലും പരിസ്ഥിതി അനുമതിയെ സംബന്ധിച്ച് പോലും ഒരു ക്ലാരിറ്റി കുറവ് കഴിഞ്ഞ മന്ത്രിസഭയുടെ പല വകുപ്പുകളിലും ഉണ്ടായിരുന്നു. ഒരുപാട് നാൾ ആ ഫയൽ ഒരൊറ്റ സ്ഥലത്ത് വെറുതെ കടന്നിരുന്നു, അതാണ് വാസ്തവം. പക്ഷേ ഇത്തവണത്തെ സർക്കാർ വന്നു, അവരത് ഒറ്റയടിക്കാതെ അങ്ങ് പൊക്കിയെടുത്ത് കേന്ദ്രത്തിലേക്ക് വിട്ടു. അങ്ങനെ പറയാൻ പറ്റും. എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് മുമ്പ് കുറേ പ്രോസസ്സുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ ഒരു ഡാഷ്ബോർഡ് വരുന്നുണ്ട്. ഇത് അവിടെ ഉള്ള ഡാഷ്ബോർഡ് തന്നെയാണ്, കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ ഡാഷ്ബോർഡ് തന്നെയാണ്. അതേ ഡൊമൈനാണ്, അതേ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു മാറ്റമില്ല. അദ്ദേഹം പുതിയൊരു അത്ഭുതമായിട്ട് പറഞ്ഞത് നിലവിലുള്ളത് തന്നെയാണ്. ഇതനുസരിച്ച് കഴിഞ്ഞ CMൻ്റെയും എല്ലാ മന്ത്ലി മീറ്റിംഗ് ഉണ്ട്, റിവ്യൂ ഉണ്ട് ഈ പ്രയോറിറ്റി പ്രോജക്ട്സ്. അതിലെല്ലാം ഇത് വന്നിരുന്നു. എൻവയോൺമെൻറ്റ് ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ ആ പ്രോസസ് ഞങ്ങൾ നോക്കുക, 1000 ഏക്കർ പാലക്കാട് 10 മാസം കൊണ്ട് എടുത്തു കൊടുത്തു. ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിക്ക് കോറിഡോർ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഫസ്റ്റ് നമ്മളാണ്. കേരളമാണ് ഏറ്റവും ലാൻഡ് ഏറ്റെടുക്കൽ ബുദ്ധിമുട്ടുള്ള സ്ഥലമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഏറ്റെടുത്തു. നമ്മൾ പ്രത്യേക സംവിധാനം വർക്ക് ചെയ്തു. ഇപ്പോൾ ഈ എൻവയോൺമെൻറ്റൽ EC കിട്ടി, ബാക്കിയെല്ലാം കിട്ടി, ടെൻഡർ അവാർഡ് ചെയ്തു, നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടി എന്തെങ്കിലും ആയിരിക്കും. സാങ്കേതികമായിട്ട് ഏത് എവിടെയാണ് നിന്നെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിവേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നത്. ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി വലിയൊരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത്. അതെല്ലാം ഇപ്പോൾ ലഭ്യമാണ്. അത് കുറേ കൂടി വേഗത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാണ്. പിന്നീട് ഈ നമ്മുടെ ഭൂമിയുടെ ലഭ്യതയെക്കുറിച്ചുള്ള ഒരു വലിയ തർക്കം കിടക്കുന്നത് മിക്കവരും പറയുന്ന ഒരു പോയിൻ്റുണ്ട്. യഥാർത്ഥത്തിൽ ഭൂമി നമ്മളിവിടെ ഉണ്ട്, ലോക്കായി കിടക്കുകയാണ് പലയിടത്തും. അത് പഴയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോക്കായിപ്പെട്ട ഭൂമിയാണ്. പ്ലാന്റേഷൻ മുതൽ അങ്ങനെയുള്ള, അല്ലെങ്കിൽ നീർത്തട സംരക്ഷണം മുതൽ, അങ്ങനെ പല രീതിയിലും അത് ലോക്കായി കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സാധ്യതകൾ ഇങ്ങനെ പിന്നോട്ട് വലിക്കുന്നതിൻ്റെ പിന്നിൽ ഇത്തരം ഒരു പക്ഷേ കാലഹരണപ്പെട്ട് പോയേക്കാവുന്ന ഇത്തരം നിയമങ്ങളുടെ കൂടി പ്രശ്നമില്ലേ? അതെല്ലാം കാലഹരണപ്പെടും. കേരളത്തിൻ്റെ പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഇക്കോളജിക്കലി വെരി ഇതായിട്ടുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ലാൻഡാണെന്ന് എല്ലാവർക്കും അറിയാം പാരിസ്ഥിതികമായിട്ട്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു വശത്ത് CRS നിയമങ്ങളുണ്ട്, നമ്മുടെ അല്ല, കേന്ദ്ര നിയമമാണ്. മറുവശത്ത് വെസ്റ്റേൺ ഗെറ്റ് റെഗുലേഷൻസ് ഉണ്ട്. പിന്നെ രാമസാർ അത് കേന്ദ്രത്തിൻ്റെയാണ്. വേമ്പനാട്ടിലേക്ക് അവയൊക്കെ ബന്ധപ്പെട്ടുള്ളത് കേന്ദ്രത്തിൻ്റെയാണ്. നമ്മുടെ ഇപ്പോൾ ഒരു വശം തീരായി, മറുവശത്ത് ഈ പശ്ചിമഘട്ടായി, നടുക്ക് വരുന്നത് തണ്ണീർത്തട നിയമമായി. പിന്നെ 30% തന്നെ വനം കേരളത്തിൻ്റെ. ഏറ്റവും കൂടുതൽ വനം ജനങ്ങളുമായിട്ട് സ്ഥലം നോക്കുമ്പോൾ കേരളത്തിലാണുള്ളത്. പിന്നെ പ്ലാന്റേഷൻ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ലാൻഡാണ് നമുക്ക്
വ്യവസായത്തിനും താമസിക്കാനും കമ്മേഴ്സിനും ഉള്ളൂ. അതിൽ പക്ഷേ എൻവയോൺമെൻ്റലായിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്ക് പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിയമങ്ങളെല്ലാം കാലഹരണപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. പ്ലാന്റേഷൻ ഞങ്ങളിപ്പോൾ ഒരു ഇത് കൊണ്ടുവന്നിരുന്നു. അത് പക്ഷേ പ്ലാന്റേഷനായി നിർത്തേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് പ്ലാന്റേഷൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് കാർബൺ ക്രെഡിറ്റിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ നൽകുന്നത് ഒന്ന് ഫോറസ്റ്റും പിന്നൊന്ന് നമ്മുടെ പ്ലാന്റേഷനുമാണ്. ഗ്ലോബൽ വാർമിംഗായി ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പ്ലാന്റേഷൻ ഒറ്റയടിക്ക് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന IIM ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു, പ്ലാന്റേഷനായി നിർത്തുക. പക്ഷേ വിളകൾക്ക് ഡൈവേഴ്സിഫിക്കേഷൻ, റംബുട്ടാൻ, മാംഗസ്റ്റിൻ, പുതിയ കാലത്തിൻ്റെ ഫ്രൂട്ട്സ് കൊണ്ടുവരാം, ഒരു നിശ്ചയ ശതമാനം അതിന് ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇതാണ് ഞങ്ങൾ കൊണ്ടുവന്ന കാഴ്ചപ്പാട്. അത് പക്ഷേ പാരിസ്ഥിതികമായി ഇപ്പോൾ ഇദ്ദേഹം തന്നെ ഹരിത MLA ആയിരുന്നല്ലോ. അതുകൊണ്ട് ഒരിക്കലും പ്ലാന്റേഷൻ്റെ പച്ചപ്പിനെ തൊടാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ പ്ലാന്റേഷൻ ഒരു തരത്തിൽ വ്യവസായത്തിൻ്റെ കീഴിലായി കഴിഞ്ഞു. അതെ, ഞങ്ങളുടെ ഗവൺമെൻറ് എടുത്ത ഒരു തീരുമാനം എടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ഭൂമി ഒന്ന് അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ കേരളത്തിന് എന്തുമാത്രം സാധ്യതകൾ നമുക്ക് തുറന്നു കിട്ടും. കോൺസെപ്റ്റ് വേറെയാണ്. പ്ലാന്റേഷൻ തന്നെ ഇൻഡസ്ട്രി ആണെന്നാണ്. അതെ, അല്ലാതെ പ്ലാന്റേഷൻ സ്ഥലത്ത് വേറെ ഇൻഡസ്ട്രി എന്നുള്ളതല്ല. പ്ലാന്റേഷൻ തന്നെ നമ്മളൊരു വ്യവസായമായിട്ട് കാണുന്നു. അതൊരു നയപരമായ തീരുമാനമാണ്. അത് പക്ഷേ എടുത്തിരുന്നെങ്കിൽ അതെടുത്തു. അതിൻ്റെ ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സിങ്, ഫുഡ് പ്രോസസ്സിങ്, ഇതെല്ലാം ഇവിടെ കൊണ്ടുവരാം. ഇപ്പോൾ നിങ്ങൾ പ്ലാന്റേഷൻ ടീ, കോഫി അല്ലെങ്കിൽ കൊക്കോ, ഇതിൻ്റെയൊക്കെ ഭാഗമായി പ്രോസസ്സിങ്. പിന്നെ ഇതിൻ്റെ ഭാഗം ഇപ്പോൾ റംബൂട്ടാൻ, മറ്റ് ഫ്രൂട്ട്സ് വരുന്നു. പിന്നെ ഞങ്ങളുടെ അതിൽ തന്നെ ഉണ്ട് 10 വർഷത്തിൽ കൂടുതൽ ആയുസ്സുള്ള ട്രീകൾ വരുന്നു. നമുക്ക് ഫോറസ്ട്രി, ഇതുപോലുള്ള ഫർണിച്ചർ ഇൻഡസ്ട്രി അതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ആ കാഴ്ചപ്പാടനുസരിച്ച് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് 15 ഏക്കറിൽ കൂടുതൽ നമുക്ക് കൈവശം വയ്ക്കാൻ പറ്റില്ല. ഇതാണ് ഒരു ലോക്കമുള്ളത്. അല്ല, ആ പോയിന്റിലേക്കാണ് ഞാൻ എത്തുന്നത്. അതെ, അതിലിപ്പോൾ ഞങ്ങൾ തന്നെ ഒരു ഇത് കൊണ്ടുവന്നിരുന്നു. നമുക്കത് ഒറ്റയടിക്ക് കേരളത്തിൽ കുറച്ച് സെൻസിറ്റീവാണ് ആ ഇഷ്യൂ. അല്ല, എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രമാത്രം സെൻസിറ്റീവ് ആവേണ്ട കാരണം? ലാൻഡ് കുറവാണ്. അത് രൂപം കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം കഴിഞ്ഞില്ലേ എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്കിപ്പോൾ ഈ ഇങ്ങനൊരു കൂടുതൽ കിട്ടാൻ തന്നെ കാരണം ഈ എക്സംഷൻ വന്നുകൊണ്ടാണ് പ്ലാന്റേഷൻ ഉൾപ്പെടെ. ഈ നമ്മുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ 2.9% ജനങ്ങൾ ഇന്ത്യയുടെ ഉള്ളൂ. പക്ഷേ പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് വെരി ഹൈ. നമുക്ക് സ്ഥലമില്ല. ഈ സ്ഥലം തന്നെ ഇത്തരത്തിലുള്ള ഇക്കോളജിക്കലി സെൻസിറ്റീവാണ്, ഫ്രജൈലാണ് നമ്മുടെ ലാൻഡ്. അപ്പോൾ അതിനകത്തും ഇന്ന് ഉപയോഗിക്കുമ്പോൾ ഒരാളുടെ കയ്യിൽ തന്നെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും പ്രസക്തമാണ്. എന്നാൽ നമുക്ക് ആവശ്യമായിട്ട് വരും, വ്യവസായങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് പ്രൊസീജിയറുണ്ട്, എക്സെപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അന്ധമായി ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. ആ പ്രൊസീജിയർ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, അതാണ് കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ഞങ്ങൾ തീരുമാനിച്ചു. ഒരു ക്യാബിനറ്റ് കമ്മിറ്റി, ഇപ്പോൾ ഇൻഡസ്ട്രി ആണെങ്കിൽ റവന്യൂ മിനിസ്റ്റർ, ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ, സെക്രട്ടറീസ്, അവർക്ക് തീരുമാനമെടുക്കാം. 1 ഏക്കറിൽ 20 കോടി 20 തൊഴിലവസരവും 2 കോടി അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിന് ക്ലിയറൻസ് കൊടുക്കും. പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെറുതെ എടുത്തിട്ടിപ്പോൾ ഒരു 100 ഏക്കർ എടുത്തു, അതിൽ തൊഴിലുണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ഗുണമുണ്ടാവും? അപ്പോൾ ആ കണ്ടീഷൻ വെച്ചിട്ട് ഇത്ര തൊഴിലുണ്ടാകുന്നു. 15 ഏക്കർ വരെ കുഴപ്പമില്ല. 15 ഏക്കറിന് അഡീഷണൽ വരുന്ന ഓരോ ഏക്കറിനും ഇത്ര തൊഴിലുണ്ടാകണം, ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റും വരണം. അപ്പോൾ അനുമതി കൊടുക്കും.